അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിങ്ങനെ കൂടിയിരുന്നിട്ട് ചെയ്യുന്നത് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ജീവികളുടെ പേരുണ്ടല്ലോ, ആ ആയത്തുകൾ ഒന്ന് ഓർത്തെടുത്ത് നോക്കാന്നുള്ളതാണ്. തുടങ്ങി നോക്കി. أفلا ينظرون إلى الإبل كيف خلقت إبل ഒട്ടകം, മരുഭൂമിയിലെ കപ്പൽ. ഞാൻ ഒരു വലിയ ഉദാഹരണം പറയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അതാണ് ആനയാണ് ഫീല്. കരയിലെ വലിയ ജീവി. ആനക്കലഹം നടന്ന സംഭവത്തെ പറ്റിയതിൽ പറഞ്ഞു. കരയിലെ വലിയ ജീവനെ പറയുമ്പോൾ നമ്മൾ കടലിലെ വലിയ ജീവനെ പറയണം. ഏതാണത്? തിമിംഗലം. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത്. അങ്ങനല്ലേ? അപ്പോൾ അത് സൂറത്തുൽ കലമിലെ അവസാനത്തിൽ ഇവിടെ പറയുന്നത് സാഹിബുൽ ഹൂത്തിനെ പോലെ ആവരുത്. അപ്പൊ തിമിംഗലത്തിന്റെ ആൾ പറഞ്ഞ ആരാണ്? യൂനുസ് നബി പെട്ടെന്ന് പോയിന്റെ ആ ഒരു സംഭവം പറയുന്നത്. കടലിലെ വലിയ മത്സ്യത്തിനെ കുറിച്ച് പറയുമ്പോ കരയിലുള്ള ചെറിയൊരു ജീവി അല്ലെ, ഉറുമ്പിനെ കുറിച്ച് പറയണ്ട്. ഉറുമ്പിനെ കുറിച്ച് സൂറത്ത് തന്നെ സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട് വരുമ്പോ അവിടെ ഒരു ഉറുമ്പ് പറയണത് ബാക്കിയുള്ള ഉറുമ്പിനോട് സുലൈമാന്റെ സൈന്യത വരുന്നത് മാറിക്കോളി ചവിട്ടി അരക്കപ്പെടണ്ടെന്നുള്ള ഒരു സാധനം. പിന്നെ 2-3 ജീവികളെ കുറിച്ച് ഒരുമിച്ച് പറയുന്ന പല ആയത്തുകളുണ്ട്. അതിലെ ഒരായത്താണ് والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. ഏതൊക്കെ ജീവികളാണ്? അതിൽ കഴുത പറയുന്നുണ്ട്, കോവർ കഴുത. ഖൈൽ എന്ന് പറഞ്ഞാല് കുതിര, ബിഗാൽ എന്ന് പറഞ്ഞാല് കോവർ കഴുത, ഹമീർ എന്ന് പറഞ്ഞാല് കഴുത വേറെ സ്ഥലത്തുണ്ടല്ലോ. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. കുരങ്ങനെ കുറിച്ച് പറയുന്ന കുരങ്ങനെ കുറിച്ച് ബനൂ ഇസ്രായേലിനോട് പറയണ്ടല്ലോ. ഏത്? നിങ്ങൾ നിന്യരായി കുരങ്ങന്മാരായി മാറിക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴുതനോട് നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവരും സുപരിചിതമായിട്ടുള്ള സുഹൃത്ത് ജുമാസ്കാരത്തിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കണ ഇതുണ്ട് അല്ലെ, എങ്ങനെ? അതായത് ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്ന് പറയില്ലേ. മസലുല്ലദീന ഹുമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അതൊക്കെ കഴുതയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ജീവി എന്താ? വേറെ എന്തിനും നമുക്ക് നേരിടാം, പക്ഷെ ഇടക്ക് ഉറക്കത്തിൽ എല്ലാരും കാണില്ല. ഉറക്കത്തിൽ ഇങ്ങനെ കട്ടിലിന്റെ അടിയിൽ കൂടി ഇങ്ങനെ വന്നിട്ട് പാമ്പ്. മൂസാ നബിന്റെ വടിയിട്ടപ്പോ പാമ്പായി മാറി. പേടില്ല ചെയ്യുന്ന പറഞ്ഞപ്പോ ഞാൻ സിംഹത്തെ വിചാരിച്ചത്. സാധാരണ അറബിയിൽ നമ്മളെല്ലാരും അസദ് എന്ന് പറയാം, സിംഹത്തിന്. പക്ഷെ ഖുറാനിൽ അസദ് വന്നിട്ടുണ്ടല്ല, കസ്വറ മാത്രമാണ്. അത് ആയത്തിന്റെ തൊട്ട് മുമ്പ് ശേഷമുള്ള ആയത്ത് നോക്കുമ്പോഴാണ് പ്രാസം. كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة. പ്രാസം കണ്ടല്ലോ. അപ്പൊ കസ്വറ പിന്നെ തവളനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാം. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات. അള്ളാഹു ശിക്ഷ ഇറക്കിയതാണ് ഇതില്. അതായത് ഇതില് വലിയ ആശയങ്ങൾ അതിലൊക്കെ ഉണ്ട്. നമ്മളൊരു വലിയ ഭൂകമ്പവും കാര്യങ്ങളും മാത്രമല്ല നമുക്ക് പരീക്ഷണം നടത്തും. ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്തൊക്കെയാണ്? പേന്, ചെറിയ വെട്ടുകിളി, തവള, ഇതൊക്കെ മനുഷ്യന്റെ ഉറക്കങ്ങളെ തന്നെ മതി. അപ്പൊ അങ്ങനെയുള്ള ജീവികളെ പശു നമ്മൾ രണ്ടാമത്തെ ബക്കറ. ഈ സൂറത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ആശയം ശരിക്കും ഈ ബക്കറായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതായത് എങ്ങനെ വരുന്ന വെച്ചാല് നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങള് നമ്മൾ അനുസരിക്കൂല്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിന്റെ കേന്ദ്ര ആശയമായി മാറുന്നത്. സൂറത്തിന്റെ പേരുള്ളത് സൂറത്തിന്റെ പേര് നഹ്ലുണ്ട്. നഹ്ല് പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഇങ്ങനെ അതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട് ശരിക്കും. നഹ്ലിലെ പെണ്ണിനോടാണ് വീടുണ്ടാക്കാനും തേൻ കുടിക്കാനും
തീറ്റ നോക്കാനും ഒക്കെ പറയുന്നു. അപ്പൊ അത് പെൺതേനീശാണ് ഈ പണിയൊക്കെ എടുക്കണമെന്നുള്ളത് പിന്നെ നമ്മള് കണ്ടെത്തിയാറുണ്ട്. പിന്നെ മഅ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മഅ്സ് എന്ന് പറഞ്ഞാല് ആടിന്റെ ഒരു ഇതന്നല്ലേ, കോലാട്, ചെമ്മരിയാട്, ഇങ്ങനെ കുറെ ഇനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതാണ് ആ സൈഡിൽ വരുന്നത്. അതേപോലെ ഈ എട്ടുകാലിനെ കുറിച്ച് പറയണില്ലേ? എട്ടുകാലി സൂറത്തിന്റെ അങ്കബൂത്ത് എന്ന സൂറത്തിന്റെ ഖുർആനിലുണ്ട് അങ്കബൂത്ത്. അപ്പൊ അതായത് ആ ആയത്തൊന്നൂറ് ശരിക്കും നന്നായിട്ട് مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت. അള്ളാഹുവിന് പുറമെ മറ്റ് ആളുകളൊക്കെ ആരാധ്യരായി സ്വീകരിക്കുന്ന ആളുകൾ അവർ ശരിക്കും എട്ടുകാലിന്റെ വല പോലെ, അതായത് എട്ടുകാലി വല നമ്മൾ പെട്ടെന്ന് ഇതാക്കുമ്പോൾ പൊടിഞ്ഞു പോണ ഏറ്റവും ദുർബലമായ വല വീടായിട്ടാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. അതാണ് അവിടെ പറയുന്നത്, ഏറ്റവും ദുർബലമായ വീട് ഇതിന്റെ പറയുന്നത്. കാക്ക 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 الله غرابا يبحث في الأرض ليريه كيف يباري سوءة أخيه. ഇത് കാക്ക നമുക്ക് കേരളത്തിലൊക്കെ ഒരുപാട് കാണും കാക്ക. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത തെറ്റാണ്. എന്ത്, നമ്മളെ ആദം നബിന്റെ മക്കളിൽ ഒരാള് കാബീല് ഹാബീലിനെ കൊന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് കാക്ക വന്നിട്ടുണ്ട് കൊത്തിയിട്ട് ഇത് കുഴിച്ചിടാൻ കാണിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് ഈ കാക്കനെ പറയുന്നത്. വേറെ ചെയ്യാതൊന്നുമില്ല. വെട്ടുകളിനെ കുറിച്ച് വെട്ടുകളിനെ ഹുദ്ഹുദിനെ പറ്റി. ഹുദ്ഹുദ് വെട്ടുകളിയല്ലല്ലോ, മറ്റേതല്ല മരം കൊത്തി. അപ്പൊ ആ ആയത്തില് ഹുദ്ഹുദ് എന്നുള്ള പരാമർശം തന്നെ വരുന്നുണ്ട്. സൂറത്ത് നംലിന് അതായത് അങ്ങനെ ഹുദ്ഹുദ് ഉണ്ട്. പിന്നെ ഏതായാലും കാണുന്ന ആൾക്കാർക്ക് ഇനി ഞങ്ങളിവിടെ പറയാത്ത പല ആയത്തുകളിലും എന്തുണ്ടാവും, ജീവികളെ പറ്റി പറയുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും നമ്മുടെ ചുറ്റിലുള്ള ജീവികളിലും ഒക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുടെ അവയെ പറ്റി പഠിക്കാൻ. ഇപ്പൊ അഫലാൻഖുറൂനയിൽ ലിബിരിയൊക്കെ പറഞ്ഞു ഒട്ടകത്തെ പറ്റി പഠിക്കാനൊക്കെ. അപ്പൊ ഈ പരാമർശങ്ങളൊക്കെ ശരിക്കും നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന മറ്റേ സൂറത്ത് ആൽ ഇംറാനിലെ ലാസ്റ്റത്തെ ഭാഗത്ത് വരുന്ന ആയത്തുണ്ട്, അത് ഓതിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب.